ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പൊട്ടി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബിഹൈൻഡ് ദ സീനിൽ ഉമ്മയും കൂടി ഉണ്ട്. ഉമ്മയാണ് കുക്ക് ചെയ്യുന്നത്, ഞാനാണ് ക്യാമറ ഹോൾഡ് ചെയ്തിട്ട് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടാണ് ഫില്ലിങ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്മീൻ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ബീഫ് ഉപയോഗിച്ചിട്ട് ഇത് ചെയ്തെടുക്കാം. നമ്മളിത് സാധാരണ ചിക്കൻ മസാലയിലിട്ടിട്ട് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിലാണ് പുട്ടുണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് പിന്നെ ഒരുപാട് ഐറ്റംസ് കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിലും ആക്കുന്ന സാധനങ്ങളെല്ലാം അടിപൊളിയിലാക്കാൻ ഞാൻ ശ്രമിക്കലുണ്ട്. പിന്നെ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ നല്ല ക്രഷ് ചെയ്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ആക്കുന്ന സാധനങ്ങളില്ലേ ആക്കിക്കൊണ്ടിരിക്കാൻ ഇഷ്ടമില്ല. ആ ആക്കുന്ന സാധനത്തിൽ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ആഡ് ചെയ്ത് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ചിക്കി ഇടണം. നമ്മളെ പുട്ട് ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ ഇനി പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ആ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറിയതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും അതെല്ലാം നല്ലോണം അതിൻ്റെ പച്ചമണമെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ പണ്ടും ഇതുപോലെ ഒരുപാട് ഐറ്റംസ് എല്ലാം ആക്കലുണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം ഭയങ്കരമായിട്ട് കുറവാണ്. നമുക്ക് ടൈം കിട്ടാറില്ല ആക്കാൻ വേണ്ടിയിട്ട്. ഉമ്മ ആക്കുന്നതിൽ ഏറ്റവും ടേസ്റ്റ് ഉമ്മാൻ്റെ സദ്യയാണ്. അതെപ്പോഴെങ്കിലാണ് ആക്കുള്ളൂ. പിന്നെ അത്യാവശ്യം എല്ലാ കറികളും നല്ല അടിപൊളിയിൽ വെക്കലും ഉണ്ട്. ഇപ്പം കറിയായിട്ട് ഉമ്മക്ക് ടൈമും കാര്യങ്ങളൊക്കെ വളരെ കുറവായതുകൊണ്ട് തട്ടിക്കൂട്ടി മാത്രമേ കറികളൊക്കെ വെക്കാറുള്ളൂ. ഈ ഉമ്മ ഉണ്ടാക്കുന്ന സദ്യയിൽ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ പറയും അവിയലും, പിന്നെ അതുപോലെ തന്നെ പച്ചടിയും. തൈരിൻ്റെ വിഭവങ്ങൾ പൊതുവേ എനിക്ക് ഇഷ്ടമാണെങ്കിലും ഇത് രണ്ടും അതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം അല്ലേ. അപ്പോൾ ഇനി ഉള്ളിയെല്ലാം വഴന്ന് വന്നു കഴിഞ്ഞാൽ തക്കാളി ഇടുക. പിന്നെ തക്കാളി വെന്ത് വരണം. തക്കാളി വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലില്ലേ, ചിക്കൻ ഫ്രൈ ചെയ്ത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഉമ്മ പറഞ്ഞത്. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ക്രഷ് ചെയ്തിട്ട് ഇട്ടത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇട്ടിട്ടുള്ള ഐറ്റംസ് എല്ലാം നല്ലോണം വേകാൻ വേണ്ടി വെക്കുക. വെന്തതിന് ശേഷം പിന്നെ നമുക്ക് ഉള്ള പരിപാടി എന്താണെന്ന് വിചാരിച്ചാൽ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർക്കുക. ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂണ് 2 സ്പൂൺ അടുപ്പിച്ചിട്ട് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിന്. പിന്നെ ഈ ഇട്ടിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ആ മസാലയിലേക്ക് നല്ലോണം വഴറ്റി കൊടുക്കുക. പിന്നെ അതിൻ്റെ പച്ചമണം മാറുന്നവരെ വെക്കാൻ വേണ്ടി മറക്കണ്ട. ഇതെല്ലാം വഴറ്റി റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്യണം. ഗരം മസാല പാത്രത്തിലൊന്നല്ല കേട്ടോ നമ്മൾ വെക്കൽ, അതിൻ്റെ പാക്കറ്റിൽ തന്നെ റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് വെക്കൽ. ഇതൊക്കെ ആക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാക്കിയ മുട്ടക്കറീൻ്റെ ഇത് ഞാൻ ചിന്തിക്കുന്നു. വളരെ ശോചനീയ അവസ്ഥയിലും ഫുള്ളൊരു മഞ്ഞൾ ചേർക്കുന്ന കറിയാണ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത്. പക്ഷെ എന്നിട്ട് ഞാൻ നല്ല ചെറുതാണ്, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഉണ്ടായിട്ടില്ല. ഈ ഒരു രീതിയിൽ കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഉമ്മ ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിന്, അപ്പോൾ ഇത് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ആഡ് ചെയ്ത്. പിന്നെ ഒരു 1-2 സ്പൂണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മസാലയിലേക്ക്. ഏകദേശം സിമിലർ ടു ബിരിയാണി മസാല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യാണ്ട് ചെയ്തുകൊണ്ട് തന്നെ മസാല കുറവാണ്, ചിക്കനും കുറവേനും. കാരണം ചിക്കൻ അനുസരിച്ചിട്ടല്ലേ മസാലയാക്കാൻ കഴിയും. പിന്നെ ഒരു അരമുറി നാരങ്ങ വീണിട്ടുണ്ടായിനുമ്മ. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പ് ആഡ് ചെയ്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചിക്കനൊക്കെ ആഡ് ചെയ്യാനുണ്ട്.
പിന്നെ നന്ന കുറുകിയിട്ടുള്ള മസാല വേണ്ട, കുറച്ചൊരു വെള്ളം പോലെ വേണം. അതിന് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ഒന്നാമത് മസാല കുറവാണ്, നമുക്ക് പിട്ട് അത്യാവശ്യമുണ്ട്. പിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വെള്ളം ഊറ്റിയെടുക്കുന്ന ഒരു ടൈപ്പാണല്ലോ. പിന്നെ നന്ന ഡ്രൈ ആയി കഴിഞ്ഞാൽ കഴിക്കാൻ രസം ഉണ്ടാവില്ല. വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നന്ന വെള്ളം ഓവറായിട്ട് ഒഴിക്കരുത്. കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക, അതും ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ചിക്കൻ ആഡ് ചെയ്യൽ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടില്ലേ, ആ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. റെസിപ്പി ഭയങ്കര സിമ്പിളാണ്, വേഗം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ചിക്കനും പിന്നെ കുറച്ച് മസാലയും കൂടി ആഡ് ചെയ്ത് പിട്ടും റെഡി ആക്കി കഴിഞ്ഞാൽ നമ്മളെ ബിരിയാണി റെഡിയല്ലേ. ഇട്ടിട്ടുള്ള ചിക്കൻ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു 2 സ്പൂണോളം നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. ഇപ്പം ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. പിന്നെ ഞാൻ ഉമ്മാട് പറയലേനു ഫാസ്റ്റാക്കി വേഗമാക്കി വിശക്കുന്നതെന്ന്. പിന്നെ മസാല ഫുള്ള് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അവിടെ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള പിട്ട് കൊടുക്കുക. പിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോ ഒരു 8 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിത് നമ്മൾ ബിരിയാണി ദം ചെയ്ത് വെക്കുന്ന പോലെ വെക്കാം. പിന്നെ അതിന് ശേഷം അതിൽ നിന്നൊരു നല്ലൊരു മണം വരാനുണ്ട്. പിന്നെ ഉമ്മ ഫുള്ളായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ഈ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയിൽ ഞാൻ കണ്ട ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ മസാലേൻ്റെ കുറവ് മാത്രമേ ഒരു പോരായ്മയായിട്ട് പറയാനുള്ളൂ. കാരണം പ്ലാൻ ഇല്ലാണ്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾക്ക് ഉള്ളത് കൊണ്ട് ആക്കി ചെയ്ത്, എന്നാലും നമ്മൾ ഉള്ള സാധനം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് എൻ്റെ കാര്യം തന്നെ അറിയില്ല, എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫുഡൊന്നും ആക്കാൻ അറിയില്ല. പക്ഷെ ആക്കാൻ അറിയുന്ന ഫുഡുകൾ പ്രസൻറ്റേഷൻ വൈസ് ആണെങ്കിലും ഒരു കാണാൻ നല്ല മൊഞ്ചിലാക്കണം. പിന്നെ ഇപ്പം ഞാൻ ആക്കുന്ന സാധനങ്ങൾ കോളായിപ്പോയാൽ ഭയങ്കര വിഷമമായിരിക്കും. പിന്നെ ഞാൻ ഈ തിന്നുന്ന ആൾക്കാരോടെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് അഭിപ്രായം ചോദിക്കും. എന്താക്കിയാലും ഞാൻ അഭിപ്രായം ചോദിക്കും, എന്തുണ്ട്, ടേസ്റ്റ് ഉണ്ടോ, എന്തെങ്കിലും അതിൽ മാറ്റം വരുത്തണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഫുഡാക്കി കഴിഞ്ഞാൽ ഞാൻ സജഷൻസ് ചോദിച്ചിട്ട് അടുത്ത പ്രാവശ്യം അതാക്കുമ്പോൾ അത് റെക്ടിഫൈ ചെയ്തിട്ട് ഞാൻ ആക്കുള്ളൂ. അപ്പം നമുക്ക് പൊട്ട് ബിരിയാണിയിലേക്ക് വന്നാലോ. അപ്പോൾ പൊട്ട് ബിരിയാണിയിൽ നമ്മൾ മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഇളക്കി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയെല്ലാം തെച്ചും പുട്ടിലേക്ക് പിടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ മസാല നല്ല രീതിയിൽ വേണം. ഈ ഒരു വോയിസ് റെക്കോർഡിൻ്റെ ഇടയിലൂടെ കേൾക്കുന്നത് ആ വീഡിയോ എടുക്കുമ്പോഴുള്ള നമ്മളെ കോൺവെർസേഷൻസ് ആണ്. എന്നാൽ പിന്നെ പായസമാവും പറഞ്ഞാൽ മതി. അത് നമ്മൾ പ്ലാൻ ചെയ്യാണ്ട് ചെയ്ത കാര്യമല്ലേ. അല്ല അത്രയും ചിക്കൻ ഉണ്ടായില്ലേ, ഈ ക്വാണ്ടിറ്റി പോരാ. ചിക്കൻ ഒരുപാട് വേണം. ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ആ ഉപ്പലുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ബിരിയാണിയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഡിഷ് ആക്കാനുണ്ട്. നമുക്കിത് വെറുതെ കഴിക്കാൻ കഴിയില്ലല്ലോ, ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ടുണ്ട്. പിന്നെ ഞാൻ ആക്കിയവാട് ചെറിയൊരു പാത്രത്തിൽ നല്ല ഡെക്കറേഷൻ എല്ലാം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്രേവിങ് ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഡിഷ് ആക്കാനൊന്നും ഞാൻ നിന്നിട്ടുണ്ടായിട്ടില്ല. ഞാൻ കഴിച്ചിട്ടെല്ലാം നോക്കി സെറ്റാന്ന് ഭയങ്കര പുകഴ്ത്തിയെല്ലാം ചെയ്തു ഉമ്മനെ. നമ്മളെന്ത് ഫുഡ് നമ്മൾ ഉമ്മമാരാക്കി തന്നാലും നമ്മൾ നല്ലതാണെങ്കിൽ നല്ലത് തന്നെ പറയണം. അപ്പോൾ നമ്മളങ്ങനെ പുകഴ്ത്തുമ്പോൾ അവർക്ക് അതെല്ലാം തന്നെയല്ലേ അവരെ പ്രചോദനം ഉണ്ടാവുക, ഇനിയും നല്ല നല്ല ഫുഡുകളാക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് അതിന് സൈഡ് ഡിഷ് ആക്കുന്നത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ നമുക്കതിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1 സ്പൂണോളം ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അത് പിന്നെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളെ മുളകില്ലേ, വറ്റൽ മുളക്, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് രണ്ടും കൂടിയിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് ഉമ്മ കോരി എടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ സെപ്പറേറ്റ് ആയിട്ടേനും കരിവേപ്പില ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായേ. അത് രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഓയിലിലേക്ക് തന്നെ നമ്മുടെ മുറിച്ച് വെച്ചിട്ടുള്ള 2 ഉള്ളി ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം ഭയങ്കരമായിട്ട് വേവണ്ട, അതൊരു മീഡിയം ലെവലിൽ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉള്ളിയിലേക്ക് അത്യാവശ്യം നമുക്ക് ഉപ്പിടണം, കാരണം ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കും, സൈഡ് ഡിഷാണല്ലോ. പിന്നെ എനിക്ക് ഇപ്പോൾ നമ്മൾ പുറത്ത് നിന്നെല്ലാം കഴിക്കുന്ന ഒരുപാട് ഡിഷസ് ഉണ്ടല്ലോ, പക്ഷെ എനിക്ക് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന എൻ്റെ ഉമ്മാമ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ആ ഒരു ഫ്ലേവർ ഭയങ്കര എന്താ അറിയില്ല, പണ്ട് കഴിച്ച് വന്നുകൊണ്ടാണ് തോന്നുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ പിന്നെ ബിരിയാണി വെക്കുമ്പോൾ ചിക്കൻ പൊരിച്ചിട്ടുള്ള നാട്ടിൽ, ഉമ്മ പിന്നെ ബിരിയാണി ആക്കലും കുറവാണ്. ഉമ്മ കൂടുതൽ ഉണ്ടാക്കുക നെയ്ച്ചോറും നല്ല തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് ഉമ്മാൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഉമ്മ ആക്കൽ. ഉമ്മാമ്മനോട് ഇപ്പോൾ നമ്മൾ ചിക്കൻ ഉണ്ട് എന്താക്കാന്ന് ചോദിച്ചാൽ ഉമ്മാമ്മ വേഗം പറയാം ബിരിയാണി ആക്കാന്ന്. ഞാനും ബിരിയാണി ആക്കലുണ്ടെങ്കിലും ഇതുവരെ ഉമ്മാമ്മൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതുവരെ ആ ബിരിയാണിക്ക് വന്നിട്ടില്ല. ഞാൻ എപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കും, ഓരറിയും ഉമ്മാമ്മൻ്റെ അത്ര എത്തിയിട്ടില്ല എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പം നമുക്ക് തിരിച്ച് സാലഡിലേക്ക് വന്നാലോ. അപ്പോൾ ഉള്ളി നമുക്ക് മാറ്റി വെക്കാം, എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇവിടെ മാറ്റി വെച്ചിട്ടുള്ള നേരത്തെ വഴറ്റിയെടുത്തിട്ടുള്ള ഈ സംഭവങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്തെടുക്കാം. ഈ മുളക് ഇതിലിടണ്ടെന്നാണ് ഉമ്മ ലാസ്റ്റ് പറഞ്ഞേ, വീഡിയോ എടുക്കുന്നതായിട്ട് മറന്നുപോയി എന്ന് പറഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം എന്നിട്ട് നല്ലോണം കൈ വെച്ച് ഞെരടണം. ഒരു 1.5 സ്പൂണ് വിനെഗർ ചേർത്തിട്ടുണ്ടായിന്. ഈ രീതിയിൽ നല്ല രീതിയിൽ ഞെരടിയെടുക്കുക വേണ്ടേ. ചൂട് പോയതിന് ശേഷം മാത്രം ചെയ്താൽ മതി, ചൂടോടുകൂടി ചെയ്താൽ കൈ പൊള്ളും. പിന്നെ ഇതിൻ്റെ കൂടെ ഉമ്മ ഒരു 1.5 സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ടുണ്ടായിന്. നല്ല സ്പൈസിയേനും, പക്ഷെ ഒരു വെറൈറ്റി ഉണ്ടായിന് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെല്ലാം കൂടി കൈനെ കൊണ്ട് നല്ല രീതിയിൽ ഞരടിയെടുക്കുക. അപ്പം നമ്മൾ സൈഡ് ഡിഷ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരാം.